Welcome back to the second session of Social Science, Chapter 1. In the previous session, we studied the revolutions that influenced the world, American Revolution. In this session, we study French Revolution. Unlike American Revolution, the French Revolution is the fight of the people against the social inequalities that prevailed in France. The French Revolution is more interesting and exciting. The reason is, it is the story of Napoleon Bonaparte, it is the story of Robespierre, it is the story of guillotine. So many interesting incidents are there. And in the history of France, we meet with wonderful ideas, wonderful personalities. That is why the story of French Revolution is very much exciting and very much interesting. ഫ്രഞ്ച് റെവല്യൂഷൻ വളരെ രസകരമായ ഒരു വിപ്ലവം. കാരണം ഇത് നെപ്പോളിയൻ്റെ കഥയാണ്, ഇത് റോബസ്പിയറിൻ്റെ കഥയാണ്, ഗില്ലറ്റിൻ്റെ കഥയാണ്. ലോകത്ത് അസാധ്യമായി ഒന്നുമില്ല എന്ന് പ്രഖ്യാപിച്ച് വിജയം കൈപ്പിടിയിൽ ഒതുക്കിയ മഹാനായ ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു സൃഷ്ടിയാണത്. വിപ്ലവാനന്തര ഫ്രാൻസിൽ നേതാവായി ഉയർന്നു വന്ന് ഭീകരവാഴ്ചയ്ക്കും ഭീകരഭരണത്തിനും നേതൃത്വം കൊടുത്ത ആളായിരുന്നു റോബസ്പിയർ. ലോകത്താദ്യമായി എതിരാളികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ഗില്ലറ്റിൻ എന്ന ആയുധം കണ്ടുപിടിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു വിപ്ലവ കഥ കൂടിയാണ് ഫ്രാൻസിൻ്റെ ചരിത്രം. രസകരമെന്ന് പറയട്ടെ, വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ ഏത് ആയുധം വെച്ചാണോ നിരപരാധികളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി റോബസ്പിയർ തൻ്റെ അധികാരം വിനിയോഗിച്ചത്, അതേ ആയുധം, ഗില്ലറ്റിൻ എന്ന് പറയുന്ന അതേ ആയുധത്താൽ തന്നെ അദ്ദേഹവും കൊല്ലപ്പെട്ടു. Now let us go to the details of French Revolution. French Revolution, causes and background. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാരണങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കും. അതിൽ ഒന്നാമത്തേത് സോഷ്യൽ ഇനീക്വാലിറ്റിയാണ്. Social inequality is the prime reason for the occurrence of French Revolution. The French society was divided into three categories, three strata. They are first estate, second estate, and the third estate. The first estate is also known as clergy. Second estate consists of nobles. And the third estate, the middle class people or the bourgeois. ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലർജിയും അല്ലെങ്കിൽ പുരോഹിതവർഗവും, രണ്ടാം എസ്റ്റേറ്റിലെ നോബിൾസ് അഥവാ സോൾജിയേഴ്സ്, മൂന്നാം എസ്റ്റേറ്റിൽ സാധാരണക്കാരായ ആളുകൾ. സാധാരണക്കാരായ ആളുകൾക്ക് ബൂർഷ്വാസ് എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കും. മിഡിൽ ക്ലാസ്, മധ്യവർഗം, ബിസിനസ്സുകാർ, ഡോക്ടേഴ്സ്, അധ്യാപകർ, കർഷകർ മുതലായ ആളുകൾ. ഞാൻ പറഞ്ഞു, the French state was divided into three strata. Their first estate, it consisted of clergy, second estate consisted of the nobles, and the third estate consisted of the middle class or the bourgeois. The first estate held a vast land, collected taxes called tithe from farmers, controlled higher positions, and was exempted from all taxes. ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലർജി അല്ലെങ്കിൽ പുരോഹിതവർഗം. ഭൂമിയുടെ സിംഹഭാഗവും കയ്യിൽ വെച്ചിരുന്നത് അവരാണ്. ആൻഡ് ദേ കളക്റ്റഡ് ടാക്സസ് ഫ്രം ദ ഫാർമേഴ്സ്, കോമൺ പീപ്പിൾ. കർഷകരിൽ നിന്ന് ധാരാളം നികുതി പിരിച്ചിരുന്നു, തീത എന്ന പേരിലുള്ള നികുതി. അവരാണ് സമൂഹത്തിലെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഏറ്റവും ഹയർ പൊസിഷൻസ്, ഹയസ്റ്റ് പൊസിഷൻ
അലങ്കരിച്ചിരുന്നവർ. മാത്രവുമല്ല, ദേ വെർ ഓൾ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാവിധ നികുതികളിൽ നിന്നും അവരെ സർക്കാർ ഒഴിവാക്കിയിരുന്നു. The second estate, they engaged in military service. They held vast land. They collected taxes from farmers. They led luxurious life and are exempted from taxes. ക്ലർജി പോലെ തന്നെയാണ് സെക്കൻഡ് എസ്റ്റേറ്റ്. നൊബിലിറ്റി അല്ലെങ്കിൽ അവിടുത്തെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച സോൾജിയേഴ്സ്, ഓഫീസേഴ്സ്, നോബിൾസ്, അവരും ഇതേപോലെ തന്നെ ഭൂമിയുടെ നല്ലൊരു ഭാഗം ദേ ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, ഭൂമിയുടെ നല്ലൊരു ഭാഗം കൈവച്ചിരുന്നു. കർഷകരുടെ ഇടയിൽ നിന്ന് ടാക്സ് പിരിച്ചു. ദേ വെർ ലീഡിങ് എ ലക്ഷൂറിയസ് ലൈഫ്, വളരെ ആഡംബരപൂർണ്ണമായ ജീവിതം നയിച്ചു. ആൻഡ് ദേ ആർ ഓൾസോ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ് ബൈ ദ ഗവൺമെന്റ്, എല്ലാവിധ ടാക്സുകളിൽ നിന്നും സർക്കാർ അവരെ ഒഴിവാക്കി നിർത്തി. ദ തേർഡ് എസ്റ്റേറ്റ്, ആദ്യം പറഞ്ഞ ബൂർഷ്വാസ്, കോമൺ പീപ്പിൾ, ഫാമേഴ്സ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് and business people. The third estate paid land tax, namely taille, to the government. Taille എന്ന് പറയുന്ന ഒരു ടാക്സ് അവർ സർക്കാരിനും കൊടുക്കണമായിരുന്നു. And they had no role in administration. അവർക്ക് ഭരണത്തിൽ യാതൊരുവിധ പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല. They have low social status and they paid taxes to clergy and nobles. പൗരോഹിത വർഗത്തിനും നോബിൾസിനും ഗവൺമെന്റിനും ഒരേപോലെ നികുതി കൊടുക്കുകയും ബട്ട് ദേ വെർ ഹാവിങ് വെരി ലോ സോഷ്യൽ സ്റ്റാറ്റസ്, വളരെ ഏറ്റവും താഴ്ന്ന സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്ന വിഭാഗമായിരുന്നു ദ തേർഡ് എസ്റ്റേറ്റ് അഥവാ ബൂർഷ്വാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ദ സെക്കൻഡ് റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷന്റെ കാരണമായ അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷന് കാരണമായ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് റോഡ് ഓഫ് ഐഡിയോളജിസ്റ്റ് ആണ്, അതായത് ചിന്തകന്മാരുടെ സ്വാധീനം. ലെറ്റ് us ഓൾസോ കോൾ ഇറ്റ് ആസ് ഇന്റലക്ച്വൽ കോസ്. നമുക്കിത് ഇന്റലക്ച്വൽ കോസ് എന്ന് വിളിക്കാം. തിങ്കേഴ്സ് സച്ച് ആസ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ, ഫിസിയോക്രാറ്റ്സ് ആൻഡ് ഫിലോസഫേഴ്സ് ഇൻസ്പയർഡ് ദ പീപ്പിൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ചിന്തകന്മാർ, പ്രത്യേകിച്ച് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ, ഫിസിയോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകന്മാർ തന്നെയാണ്. മനുഷ്യൻ സ്വകാര്യ സ്വത്തവകാശമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന് സ്വകാര്യ സ്വത്തവകാശമുണ്ട്, സാധാരണക്കാരനും സ്വകാര്യ സ്വത്തവകാശത്തിന് അവകാശമുണ്ട്, സ്വത്തിന് അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച ചിന്തകന്മാരാണ് ഫിസിയോക്രാറ്റ്സ്. ഫിലോസഫേഴ്സ്, തത്വചിന്തകന്മാർ. റൂസോയും വോൾട്ടയറും മോണ്ടസ്ക്യൂ ഒക്കെ ഉദാത്തമായ ആശയങ്ങൾ ഫ്രഞ്ച് സമൂഹത്തിന് കൊടുത്തു. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം. ഇത്ര ഉദാത്തമായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ദേ വെർ ഇൻസ്പയർഡ്, ദേ വെർ ആസ്ക്ഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഇൻഇക്വാലിറ്റീസ് ദേ സഫേർഡ്. അവർ സഹിക്കുന്ന അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന അനീതിക്കെതിരെ പോരാടാൻ വേണ്ടി ഫ്രഞ്ച് ജനതയെ പ്രോത്സാഹിപ്പിച്ച ചിന്തകന്മാരാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. പൊളിറ്റിക്കൽ കോസ്, ദ തേർഡ് കോസ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ, രാഷ്ട്രീയ കാരണങ്ങളാണ്. ഒന്ന് സാമൂഹിക കാരണങ്ങൾ ആദ്യം പറഞ്ഞു, സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്. രണ്ടാമത് ഇന്റലക്ച്വൽ കോസ് പറഞ്ഞു. മൂന്നാമത്തേത് പൊളിറ്റിക്കൽ കോസാണ്. ദ പൊളിറ്റിക്കൽ കോസ്, രാഷ്ട്രീയ കാരണങ്ങൾ. മിസ്റൂൾ ഓഫ് ദ ബോർബോൺ കിങ്സ്. ലൂയിസ് കിങ്സ് വെർ ഓട്ടോക്രാറ്റിക് ആൻഡ് സ്ക്വാൻഡേഴ്സ്. They led luxurious life. They stood for clergy and lords. They engaged in frequent wars and brought France into bankruptcy. ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് രാജവംശത്തിന് പറയുന്ന പേരാണ് ബോർബോൺ രാജവംശം. അതിലുള്ള രാജാക്കന്മാരാണ് ലൂയി 14, ലൂയി 15, ലൂയി 16. ഈ ലൂയിസ് രാജാക്കന്മാർ ദേവർ ഓട്ടോക്രാറ്റിക്, സ്വേച്ഛാധിപതികളായിരുന്നു. സ്വന്തം ഇഷ്ട ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന, ജനാധിപത്യ ബോധം ഒട്ടുമില്ലാതെ സ്വന്തം ഇഷ്ടം മാത്രം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വേച്ഛാധിപതികളും സുഖലോലുപന്മാർ ആയിരുന്നു ലൂയിസ് കിങ്സ്, അതായത് ബോർബോൺ കിങ്സ്. അവർ വളരെ ആഡംബരപൂർണമായ ജീവിതം നയിച്ചു. ജനങ്ങളുടെ ഇടയിൽ നികുതി പിരിച്ചു, ആ പൈസ ഉപയോഗിച്ച് ആഡംബരപൂർണമായ ജീവിതം നയിച്ചു. മാത്രവുമല്ല, സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്ന ഫസ്റ്റ് എസ്റ്റേറ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്. And the Bourbon kings were
hand in hand with the first two estates. That means they stood for clergy and lords. അവരെപ്പോഴും സാധാരണ ജനങ്ങൾക്കൊപ്പമായിരുന്നില്ല, മറിച്ച് ക്ലർജിയുടെയും ലോർഡ്സിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമായി മാറി. ദേ എൻഗേജ്ഡ് ഇൻ ഫ്രീക്വന്റ് വാർസ്, നിരന്തരമായ യുദ്ധങ്ങൾ, ആൻഡ് ബ്രോഡ് ഫ്രാൻസ് ഇൻ ടു ബാങ്ക്രപ്സി, കടക്കണിയിലേക്ക്, ബാങ്ക്രപ്സി എന്ന കടബാധ്യതയിലേക്ക്, കടക്കണിയിലേക്ക് ഫ്രാൻസിനെ, ഈ ബോർബോൺ കിങ്സിന്റെ അമിതമായ യുദ്ധക്കൊതി അവരെ ബാങ്ക്രപ്സിയിലേക്ക് അല്ലെങ്കിൽ കടക്കണിയിലേക്ക് ഫ്രാൻസിനെ നയിച്ചു. ഇമ്മീഡിയറ്റ് കോസ്, ഏറ്റവും പെട്ടെന്നുണ്ടായ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒരു ടെന്നീസ് കോർട്ട് ഓത്താണ്. ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടക്കണിയിലായ ഫ്രാൻസിന് കൂടുതൽ ധനസമാഹരണം ആവശ്യമായി വന്നപ്പോൾ ദേ സമൺഡ് ദ എസ്റ്റേറ്റ്സ് ജനറൽ. അവർ എസ്റ്റേറ്റ്സ് ജനറൽ എന്ന് പറയുന്ന ഫ്രാൻസിന്റെ അസംബ്ലി വിളിച്ചുകൂട്ടി. ഫ്രാൻസിന്റെ അസംബ്ലിക്ക് പറയുന്ന പേര് എസ്റ്റേറ്റ്സ് ജനറൽ എന്നാണ്. ഈ എസ്റ്റേറ്റ്സ് ജനറലിന്റെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, സെക്കൻഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, തേർഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന ക്രമത്തിലായിരുന്നു. പക്ഷെ തേർഡ് എസ്റ്റേറ്റ് അഥവാ കോമൺ പീപ്പിൾ അവർ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റിനേക്കാളും സെക്കൻഡ് എസ്റ്റേറ്റ് രണ്ടും കൂടെ കൂടുന്നതിനേക്കാൾ എണ്ണത്തിൽ കൂടുതലായിരുന്നു തേർഡ് എസ്റ്റേറ്റിലുണ്ടായിരുന്ന ആളുകൾ. അപ്പൊ തേർഡ് എസ്റ്റേറ്റ് ആരെന്ത് ചെയ്തു, എസ്റ്റേറ്റ്സ് ജനറലിലെ വോട്ടിംഗ് സിസ്റ്റം ഇൻഡിവിജ്വൽ, വ്യക്തി അധിഷ്ഠിതമായിരിക്കണമെന്ന് അവർ വാദിച്ചു. പക്ഷേ ക്ലർജി അതുപോലെ തന്നെ നൊബിലിറ്റി അവര് എസ്റ്റേറ്റ് വൈസ്, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്, അങ്ങനെ എസ്റ്റേറ്റ് വൈസ് വോട്ടിംഗ് സിസ്റ്റം എന്ന് വേണമെന്ന് വാദിക്കുകയും അതിനെതിരെ കോമൺ പീപ്പിൾ സംഘടിക്കുകയും അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അസംബ്ലി ചെയ്യുകയും അവരാണ് ഫ്രാൻസിന്റെ യഥാർത്ഥ പാർലമെന്റ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. ദ തേർഡ് എസ്റ്റേറ്റ് ഹാഡ് അസംബ്ലിഡ് ഇൻ എ ടെന്നീസ് കോർട്ട് നിയർ ദ നാഷണൽ അസംബ്ലി. ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയുടെ തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ തേർഡ് എസ്റ്റേറ്റിലെ ആളുകളെല്ലാം കൂടെ കൂടി അസംബ്ലി ചെയ്യുകയും ആൻഡ് ദേ സോർ നോട്ട് ടു ലീവ് അണ്ടിൽ ദേ പ്രിപ്പയർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ്. ഫ്രാൻസിന് ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, വീണ്ടും ഒരു ഭരണഘടന ഉണ്ടാക്കാതെ അവിടെ നിന്ന് പോവുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്ത സംഭവത്തിനാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. ഈ ടെന്നീസ് കോർട്ട് ഓത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നുണ്ടായ കാരണം. ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദ ബ്രേക്ക് ഔട്ട് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഈസ് ടെന്നീസ് കോർട്ട് ഓത്ത്. കമൻസ്മെന്റ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. എങ്ങനെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ തുടങ്ങിയെന്ന് നമുക്ക് നോക്കാം. എസ്റ്റേറ്റ്സ് ജനറലിലെ ആളുകൾ ബാസ്റ്റിലെ പ്രസൻ തകർത്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് റെവല്യൂഷൻ ആരംഭിച്ചത്. ബാസ്റ്റിലെ പ്രസൻ എന്ന് പറയുന്നത് ഈ ബോർബോൺ മൊണാർക്കിയുടെ അല്ലെങ്കിൽ ബോർബോൺ രാജവംശത്തിന്റെ ഒരു അധികാരത്തിന്റെ സിമ്പലായിട്ട് ഫ്രാൻസിൽ കണക്കാക്കിയിരുന്ന ഒന്നാണ്. അതിനെ തകർത്തപ്പോൾ ആ രാജവംശത്തിന്റെ അധികാരം തകർക്കുന്നതിന് തുല്യമായി അത് മാറി. ഡെമോളിഷൻ ഓഫ് ബാസ്റ്റിലെ പ്രസൻ. ബാസ്റ്റിലെ പ്രസന്റെ തകർച്ചയോടുകൂടി ബാസ്റ്റിലെ പ്രസൻ തകർത്തുകൊണ്ടാണ് ജനങ്ങൾ വിപ്ലവം ആരംഭിച്ചത് തന്നെ. റവല്യൂഷണറീസ്, വിപ്ലവകാരികൾ, സ്റ്റോംഡ് വിത്ത് ദ സ്ലോഗൻ ദാറ്റ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ആസ് ഐ ഹാവ് മെൻഷൻഡ് എർലിയർ, ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ഏറ്റവും ഉദാത്തമായ ഒരു ആശയമാണ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം. ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം, സാഹോദര്യം വേണം. ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബാസ്റ്റിലെ പ്രസിഡന്റിലേക്ക് കടന്നു വരികയും ബാസ്റ്റിലെ പ്രസിഡന്റ് 1789 ജൂലൈ 14 തകർക്കുകയും ചെയ്തതോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ ബാസ്റ്റിലെ പ്രസൻ എന്ന് പറയുന്നത് ബോർബോൺ ഡിനാസ്റ്റിയുടെ അല്ലെങ്കിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ അധികാരത്തിന്റെ സിമ്പലായി കണക്കാക്കിയിരുന്നു. അപ്പോൾ ബാസ്റ്റിലെ പ്രസൻ തകർന്നതോടുകൂടി അല്ലെങ്കിൽ with the demolition of Bastille prison, it is considered that actually the power of Bourbon monarchy was demolished. Next incident, related incident, അടുത്ത ഇതുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നാഷണൽ അസംബ്ലി പാസ്റ്റ് പുതുതായിട്ട് രൂപീകരിച്ച ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ മാൻ. നമ്മൾ അമേരിക്കൻ റവല്യൂഷനിൽ കണ്ടതാണ്. അമേരിക്കൻ റവല്യൂഷന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തത് മനുഷ്യാവകാശങ്ങൾക്കാണ്, റൈറ്റ്സ് ഓഫ് ദ മാൻ. അതുപോലെ ഒന്ന് നാഷണൽ അസംബ്ലി, അതായത് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി അതുപോലെ ഒന്ന് പാസ്സാക്കിയെടുക്കും. റൈറ്റ്സ് ഓഫ് ദ മാൻ ആൻഡ് ദ സിറ്റിസൺ, ഓരോ പൗരന്റെയും അവകാശങ്ങളെ കുറിച്ച് ഉള്ള ഒരു അവകാശ നിയമം, റൈറ്റ്സ് ഓഫ് ദ മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, മനുഷ്യാവകാശ നിയമം 1789 ഓഗസ്റ്റ് മാസം 12 അവരും പാസ്സാക്കിയെടുക്കുകയുണ്ടായി.
Thousands of women marched from Paris to Versailles Palace with the slogan "Give us bread." ഫ്രാൻസിന്റെ ചരിത്രത്തിൽ അവർ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ദാരിദ്ര്യമാണ്. അമിതമായ നികുതി കൊണ്ട് മടുത്ത് പൊറുതിമുട്ടിയ ജനം അനുഭവിച്ച ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിന്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങി വേഴ്സായ് പാലസിലേക്ക്, അതായത് ബോർബോൺ കിങ്സിന്റെ ആസ്ഥാനമായ വേഴ്സായ് രാജകൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. ആൻഡ് ദ സ്ലോഗൻ വാസ് "ഗീവ് അസ് ബ്രെഡ്." അവർ അന്ന് ഉയർത്തിയ മുദ്രാവാക്യമാണ് ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം തരൂ. ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഓൺ സെപ്റ്റംബർ 1792 ദ നാഷണൽ കൺവെൻഷൻ പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. രാജാധികാരം ഇല്ലാതാക്കിക്കൊണ്ട് ഈ നാഷണൽ കൺവെൻഷൻ, അതായത് എസ്റ്റേറ്റ്സ് ജനറലിന്റെ ദേശീയ അസംബ്ലി, നാഷണൽ അസംബ്ലി 1792 സെപ്റ്റംബർ മാസത്തിൽ ഫ്രാൻസിനെ ഒരു ദേശീയ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷന്റെ സ്വാധീനം, ലോകത്ത് ഫ്രഞ്ച് റെവല്യൂഷൻ മനുഷ്യന് മേലുണ്ടാക്കിയ സ്വാധീനം എത്രത്തോളം എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് പോലെ റോബസ്പിയർ ഈ വിപ്ലവാനന്തര ഫ്രാൻസിന് നേതൃത്വം കൊടുത്ത ഒരു ഭരണസമിതി, ആ ഭരണസമിതിയിൽ ഒരു അംഗമായിരുന്നു റോബസ്പിയർ. എതിരാളികളെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എതിരാളികളെ ഈ ഫസ്റ്റ് എസ്റ്റേറ്റിലെയും സെക്കൻഡ് എസ്റ്റേറ്റിലെയും അതുപോലെ തന്നെ രാജവംശത്തെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു ആയുധമായിരുന്നു ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. 10,000-കണക്കിന് ആളുകളെ അവർ ഗില്ലറ്റിന് വിധേയമാക്കി. ഗില്ലറ്റിൻഡ് എന്ന വാക്ക് തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. 10,000-കണക്കിന് ആളുകളെ അവർ ഗില്ലറ്റിൻ അല്ലെങ്കിൽ വാളിനിരയാക്കി. ഭീകരവാഴ്ചയായിരുന്നു ഫ്രാൻസിൽ. ആ ഭീകരവാഴ്ചയുടെ അവസാനം, ആ ഭീകരവാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്ത റോബസ്പിയറിനെയും ആളുകൾ ഗില്ലറ്റിന് ഇരയാക്കി. അങ്ങനെയാണ് ഫ്രാൻസിലെ അരാജകത്വം അല്ലെങ്കിൽ അനാർക്കി ഇല്ലാതാകുന്നത്. ഇനി നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ ലോകത്തെ എന്ത് മാറ്റങ്ങൾക്കാണ് കാരണമായതെന്ന് നമുക്ക് നോക്കാം. It stimulated all the later revolutions in the world, as we have seen in the case of American Revolution. അമേരിക്കൻ റെവല്യൂഷന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് കണ്ടു അതുപോലെ തന്നെയാണ്. ഇറ്റ് സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്ത് പിന്നീടുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും പ്രചോദനമാകാൻ ഫ്രഞ്ച് റെവല്യൂഷൻ കാരണമായി. എൻഡഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതി, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതിയായിരുന്നു ഫ്യൂഡൽ സിസ്റ്റം. ഭൂമിയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ലാൻഡ് ഓണർഷിപ്പിനെ അടിസ്ഥാനമാക്കി യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ സിസ്റ്റമായിരുന്നു ഫ്യൂഡൽ സിസ്റ്റം. ആ ഫ്യൂഡൽ സിസ്റ്റം യൂറോപ്പിൽ ഇല്ലാതാക്കാൻ ഫ്രഞ്ച് വിപ്ലവത്തിന് സാധിച്ചു. പ്രൊക്ലൈംഡ് ദാറ്റ് ദ നേഷൻ ഈസ് നോട്ട് മിയർലി റീജിയൻ ബട്ട് ദ പീപ്പിൾ. ഒരു രാജ്യം എന്ന് പറയുന്നത്, നേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ റീജിയൻ. അതൊരു റീജിയൻ മാത്രമല്ല, അതിന് അതിലുള്ള കുറച്ച് സ്ഥലം മാത്രമല്ല, മറ്റൊരു ജനത ഒന്നാകെ, അല്ലെങ്കിൽ ജനതയും സ്ഥലവും കൂടി അല്ലെങ്കിൽ രാജ്യവും കൂടി കൂടിച്ചേരുന്നതാണ് നേഷൻ എന്നൊരു കൺസെപ്റ്റ് ഫ്രഞ്ച് റെവല്യൂഷൻ മുന്നോട്ട് വെച്ചു. കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവർണിറ്റി. സോവർണിറ്റി എന്ന് പറഞ്ഞാൽ പരമാധികാരം, ജനങ്ങളുടെ പരമാധികാരം എന്ന് പറയുന്ന ഒരു ആശയം. ജനങ്ങളാണ് പരമാധികാരം. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയം ലോകത്തിന് സംഭാവന ചെയ്തതും ഫ്രഞ്ച് റെവല്യൂഷനാണ്. ലെറ്റ് ടു ദ എമർജൻസ് ഓഫ് നാഷൻ. ദേശീയത എന്ന് പറയുന്നത് ഉണ്ടായത് ഫ്രഞ്ച് റെവല്യൂഷനോട് കൂടിയാണ്. ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഉദയം ചെയ്യൽ. ബൂർഷ്വാസ്, സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, ബിസിനസ്സുകാരുടെ, അധ്യാപകരുടെ, ഞാൻ ആദ്യം പറഞ്ഞ ബൂർഷ്വാ ക്ലാസ്, ആ ക്ലാസിന്റെ വളർച്ചയ്ക്ക് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ കാരണമായി. ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട്, എബവ് ഓൾ, ദ ഫ്രഞ്ച് റെവല്യൂഷൻ സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഉപരിയായി, നമ്മൾ ഈ മേൽപ്പറഞ്ഞ ചർച്ചതിനേക്കാൾ ഉപരിയായി ലോകത്തിന് അതിമഹത്തായ 3 ആശയങ്ങൾ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ആശയങ്ങൾ ലോകത്തിന്, നവമായ ഈ 3 ആശയങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് സമർപ്പിച്ചതും ഫ്രഞ്ച് റെവല്യൂഷനാണ്. നെപ്പോളിയൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ തുടർച്ച എന്ന് വേണം, ഫ്രാൻസിലുണ്ടായ അരാജകത്വം മറികടക്കാൻ ഉയർന്നു വന്ന ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം വഹിച്ചത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും മഹത്തായ യുദ്ധവീരന്മാരിൽ ഒരാളാണ് നെപ്പോളിയൻ. അസാധ്യമായതൊന്നുമില്ല, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതാണ്.
അസാധ്യമായ ഒന്നുമില്ല, ലോകത്ത് അസാധ്യമായ ഒന്നുമില്ല എന്ന് തെളിയിച്ച ആളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രാൻസിന്റെ ഭരണ തുടർച്ചയ്ക്ക് നേതൃത്വം വഹിക്കാൻ, വിപ്ലവാനന്തര ഫ്രാൻസിന്റെ ഭരണ തുടർച്ചയ്ക്ക് നേതൃത്വം വഹിക്കാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നെപ്പോളിയൻ. ഏത് ഓട്ടോക്രസി എന്ന ഐഡിയക്കെതിരെയാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് രാജാക്കന്മാരുടെ ഓട്ടോക്രസിക്കെതിരെയായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ എങ്കിൽ പോലും വിപ്ലവത്തിന്റെ പരിണിത ഫലം എന്നോണം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഓട്ടോക്രാറ്റിക് റൂളിലേക്ക് ഫ്രാൻസ് പതിയെ മാറുകയുണ്ടായി. ഫ്രാൻസ് കെയിം അണ്ടർ ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് നെപ്പോളിയൻ ഫോർ എ ഷോർട്ട് പീരീഡ് ആഫ്റ്റർ റെവല്യൂഷൻ. ഒരു കുറച്ചു കാലത്തേക്ക്, റെവല്യൂഷന് ശേഷം കുറച്ചു കാലത്തേക്ക് ഫ്രാൻസ് വീണ്ടും നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഓട്ടോക്രാറ്റിക് റൂളറുടെ ഭരണത്തിന് കീഴിലേക്ക് വരികയാണ്. നെപ്പോളിയൻ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിഫീറ്റിംഗ് ദ യൂറോപ്യൻ അലയൻസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ അഗെയിൻസ്റ്റ് ഫ്രാൻസ്. ഫ്രഞ്ച് ആശയങ്ങൾ, പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ ഫ്യൂഡലിസത്തിനെതിരെയുള്ള ആശയങ്ങൾ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ബറിംഗ് യൂറോപ്യൻ കൺട്രീസിനെ വളരെയേറെ ആശങ്കപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഓൾ ദ യൂറോപ്യൻ കൺട്രീസ് came against under the leadership of Great Britain. They came against, അല്ലെങ്കിൽ they united against France. Actually they were not afraid of Napoleon, but they were actually afraid of the concept or the new ideology that were put forwarded by French Revolution, especially the ideas against feudalism. അന്ന് യൂറോപ്പിൽ നിലനിന്ന ഫ്യൂഡലിസം തകർന്നു പോകുമെന്ന് ഭയപ്പെട്ടിരുന്നതുകൊണ്ട് യൂറോപ്പിലെ ഭരണാധികാരികളെല്ലാം, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരെ അണിനിരക്കുകയും ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. നെപ്പോളിയൻ ബോണപ്പാർട്ട് കെയിം ഇൻ ടു പവർ ഇൻ ഫ്രാൻസ് ഇൻ 1799. 1799 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ ഭരണത്തലവനായി അധികാരമേൽക്കുന്നത്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അണിനിരന്ന യൂറോപ്പിലെ രാജാക്കന്മാർക്കെതിരെ പട നയിക്കുന്നതിലും വിജയം വരിക്കുന്നതിലും വലിയ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഫ്രഞ്ച് സൈന്യം മറ്റ് യൂറോപ്യൻ സൈന്യങ്ങളെ നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തത്. ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ. നെപ്പോളിയൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ മികവുറ്റ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുറെ നേട്ടങ്ങൾ, ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് നെപ്പോളിയൻ ടു ദ വേൾഡ്, ലോകത്തിനും പ്രത്യേകിച്ച് ഫ്രാൻസിനും പ്രത്യേകിച്ച് ലോകത്തിനും അദ്ദേഹം ഒരു ഭരണ മാതൃകയായിരുന്നു. ആൻഡ് ഹി കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട്. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫാർമേഴ്സ് മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളാണ്. ഈ ഭരണപരിഷ്കാരങ്ങളെല്ലാം ഓൺ ദ ബേസിസ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഈ ഭരണപരിഷ്കാരങ്ങളെല്ലാം ഫ്രാൻസിന്റെ ഫ്രഞ്ച് റെവല്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ റിഫോംസ് മുഴുവൻ. ഫാർമേഴ്സ് വർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. ഒന്നാമത്തത്, അതായത് കൃഷിഭൂമി കർഷകന് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്ന കർഷകരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി മാറ്റി. ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെറ്റ്. പൊതുക്കടം ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫണ്ട് രൂപീകരിച്ച് ആ ഫണ്ടിന് സിങ്കിങ് ഫണ്ട് എന്ന് പേര് കൊടുത്തു. സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെറ്റ്. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഗതാഗതത്തിനായിട്ട് രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഗതാഗതം, സൈന്യത്തിന്റെയും അല്ലെങ്കിൽ വ്യവസായത്തിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വാണിജ്യത്തിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ സുഗമമായ നടത്തിപ്പിനായി ധാരാളം റോഡുകൾ നിർമ്മിച്ചു. എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. പുരോഹിത വർഗത്തെ അല്ലെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റിയിലെ ഫസ്റ്റ് സ്ട്രാറ്റ, ഒന്നാമത്തെ ഘടകത്തെ, അത് സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന് സ്വന്തമായ ഒരു ബാങ്ക് ഉണ്ടാക്കി. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം അന്ന് വരെ നിലനിന്നിരുന്ന നിയമത്തെ എല്ലാം കൂടെ കോഡിഫൈ ചെയ്ത് ഏകീകരിച്ച് ഒരു പുതിയ കോഡ് ഓഫ് ലോ ഉണ്ടാക്കി. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ കോഡിഫൈയിങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമസംഹിതയും നെപ്പോളിയൻ തയ്യാറാക്കുകയുണ്ടായി. ദ ഡിഫീറ്റ് ഓഫ് നെപ്പോളിയൻ. നെപ്പോളിയനെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പരാജയപ്പെടുത്തിയുണ്ടായി. നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദ യൂറോപ്യൻ അലയൻസ് ഇൻ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ. വാട്ടർലൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നെപ്പോളിയനെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന്, അല്ലെങ്കിൽ സംയുക്ത സൈന്യം, യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സൈന്യം വാട്ടർലൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തുകയുണ്ടായി.
In France, nationalism strengthened under the leadership of Napoleon. ദേശീയത, ഫ്രാൻസിലെ ദേശീയത വളരാൻ അല്ലെങ്കിൽ ശക്തിപ്പെടാൻ നെപ്പോളിയൻ്റെ ഭരണ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. In fear of the spread of the reforms of Napoleon, the European countries organized themselves under the leadership of Britain and defeated Napoleon in the Battle of Waterloo. നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഭീതി പൂണ്ട യൂറോപ്യൻ രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഓർഗനൈസ് ചെയ്ത് ഒരു സംയുക്ത സേനയുണ്ടാക്കി നെപ്പോളിയനെ വാട്ടർലൂ എന്ന് പറയുന്ന എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ, വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായി. Now let us go to Latin American Revolution. Latin American Revolution, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, നമ്മൾ ആദ്യം നോർത്ത് അമേരിക്കയുടെ വിപ്ലവം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അമേരിക്കൻ റവല്യൂഷൻ. ഇത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനാണ്. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് ABC രാഷ്ട്രങ്ങൾ, ബ്രസീല്, അർജന്റീന, ചിലി, പെറു, ഉറുഗ്വയ് അങ്ങനെയുള്ള രാജ്യങ്ങൾ എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ലാറ്റിൻ അമേരിക്ക. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇതേപോലെ തന്നെ വിപ്ലവം ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ വിപ്ലവങ്ങൾ. പക്ഷെ ആ രാഷ്ട്രീയ വിപ്ലവമൊന്നും നിലവിലെ സോഷ്യൽ ഇനീക്വാലിറ്റീസിനെതിരെ ആയിരുന്നില്ല, മറിച്ച് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനെതിരെയായിരുന്നു. സ്പെയിനും പോർട്ടുഗലുമായിരുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രധാനമായും കോളനൈസേഷൻ നടത്തിയിരുന്നത്. ദ സ്പാനിഷ് ആൻഡ് പോർട്ടുഗീസ് കോളനൈസ്ഡ് ലാറ്റിൻ അമേരിക്ക. എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം, അങ്ങനെ കോളനൈസ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു എക്സ്പ്ലോയിറ്റ് ദ ഇക്കണോമിക് റിച്ച്നെസ് ഓഫ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് എന്ന് പറയുന്നത് സാമ്പത്തികമായി ഒത്തിരി മുൻനിരയിലാണ്, അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് റിച്ച്നെസ് ഉണ്ടായിരുന്ന സമ്പന്നമായ ഒരു രാഷ്ട്രങ്ങളായിരുന്നു. ആ സമ്പന്ന രാഷ്ട്രങ്ങളുടെ സമ്പത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു സ്പെയിനിൻ്റെയും പോർട്ടുഗീസിൻ്റെയും ലക്ഷ്യം. സോ ദേ കോളനൈസ്ഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ലൈക്ക് ബ്രസീൽ, ചിലി, ഉറുഗ്വയ്, പെറു അങ്ങനെയുള്ള രാജ്യങ്ങളെയെല്ലാം, ആൻഡ് എക്സ്പ്ലോയിറ്റ് ദ ഇക്കണോമിക് റിച്ച്നെസ് ഓഫ് ലാറ്റിൻ അമേരിക്ക. ഹൗ ദ കൊളോണിയൽ റൂൾ അഫക്റ്റഡ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ജനങ്ങളെ ജീവിതത്തെ ഈ കോളനൈസേഷൻ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. The Spanish and Portuguese propagated their languages, religions and customs. Spanish and Portuguese propagated their languages, religions and customs. They built churches in Spanish style. Several schools were established to impart a Spanish system of education. The Spanish farming methods and crops were introduced. ഇതാണ് തദ്ദേശീയമായ കൾച്ചറിനെ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കൾച്ചറിനെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ട് സ്പാനിഷ് കൾച്ചറും പോർട്ടുഗീസ് കൾച്ചറും അല്ലെങ്കിൽ സ്പാനിഷ് കൾച്ചർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ കോളനൈസേഷൻ്റെ ശരിയായ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സ്പെയിനും പോർട്ടുഗീസും സ്പാനിഷ് ലാംഗ്വേജും അതുപോലെ തന്നെ പോർട്ടുഗീസ് ലാംഗ്വേജും അവരുടെ റിലീജിയന്, അവരുടെ ഭാഷ, അവരുടെ ആചാരരീതികൾ, അനുഷ്ഠാനങ്ങൾ മുഴുവൻ ലാറ്റിൻ അമേരിക്കൻ കമ്മ്യൂണിറ്റീസിൽ പ്രചരിപ്പിക്കുകയും ലാറ്റിൻ അമേരിക്കയുടെ തദ്ദേശീയമായ ഇൻഡിജീനിയസ് കൾച്ചറിനെ നശിപ്പിക്കുകയും ചെയ്യും. ദേ ബിൽഡ് ചർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. പള്ളികളും ആരാധനാലയങ്ങളൊക്കെ സ്പാനിഷ് സ്റ്റൈലിൽ പണിതുയർത്തി. ഇഷ്ടംപോലെ ധാരാളം സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. New diseases that were unknown to Latin America. ലാറ്റിൻ അമേരിക്ക അന്നുവരെ അന്യമായിരുന്ന പുതിയ രോഗങ്ങൾ യൂറോപ്പിൽ നിന്ന് ലാറ്റിൻ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വാസ് എൻഫോഴ്സ്ഡ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വർണ്ണവിവേചനം. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ കൊണ്ടുവന്നത് അടിമ ഉടമ വ്യവസ്ഥിതി കൊണ്ടുവന്ന അത് ഈ സ്പാനിഷ് കോളനൈസേഷൻ്റെ അല്ലെങ്കിൽ പോർട്ടുഗീസ് കോളനൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ദേ എൻസ്ലേവ്ഡ് ദ നേറ്റീവ്സ്. തദ്ദേശീയരായ ആളുകളെ അടിമകളാക്കി, തദ്ദേശീയരായ ലാറ്റിൻ അമേരിക്കൻ ജനതയെ അടിമകളാക്കുകയും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വർണ്ണവിവേചനം എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യും. ദേ ലൂട്ടഡ് ദ റിസോഴ്സ് ആൻഡ് ദ വെൽത്ത് ഓഫ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കയുടെ റിസോഴ്സിനെ മുഴുവൻ അല്ലെങ്കിൽ വെൽത്തിനെ മുഴുവൻ അവർ ലൂട്ട് ചെയ്തു, കൊള്ളയടിച്ചുകൊണ്ട് പോയി. ലാറ്റിൻ അമേരിക്കൻ റിസോഴ്സ് മുഴുവൻ സ്പെയിൻ, പോർട്ടുഗൽ അടക്കമുള്ള കൊളോണിയൽ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കയെ കൊള്ളയടിക്കുകയും തദ്ദേശീയമായ അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ്
ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിപ്ലവത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് അതിൻ്റെ ആത്യന്തികമായ ഫലം ഇവയൊക്കെയായിരുന്നു. ഇതിനെതിരെ ഈ ഒരു ചൂഷണത്തിനെതിരെ ലാറ്റിൻ അമേരിക്കൻ ജനത നടത്തിയ ഐതിഹാസികമായ സമരമാണ് ശരിക്കും പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ കുറേയേറെ കാര്യങ്ങൾ കൂടി അനുബന്ധമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് കാണുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഫ്രഞ്ച് റവല്യൂഷനും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനും നിങ്ങൾ വായിക്കുകയും വായിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തി നിങ്ങൾ പ്ലീസ് ട്രൈ ടു ലേൺ ബൈ ഹാർട്ട് ഓൾ ദീസ് തിങ്സ്. താങ്ക് യു.